പടച്ചോനെ ഞങ്ങളുടെ നൈബേഴ്സിന് പടക്കാന്ന് പറഞ്ഞിട്ട് ബോംബാന്ന് മനസ്സമാനത്തോടെ മനസ്സിന് കെടുക്കാൻ പറ്റണ്ട ഓരോ പടി പൊട്ട് നമുക്ക് പൊരയാന്ന് കുലുങ്ങുന്നുള്ളൂ. ഇനി കണ്ണൂർ എന്നാ ശരിയാ. ഞാൻ നേരെ എന്റെ കാസർഗോട്ടൊക്കെ ഒന്ന് വിടലാണ്. ഇപ്പൊ കാലത്തുനിന്നൊക്കെ ഞാൻ തണുപ്പെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്നലെ എല്ലാം അറുപടി പൊട്ടിച്ചിട്ട് അതിന്റെ പ്രമാണിച്ച് ബസ് കുറവാണെങ്കിലും പാട്ട് അടിപൊളിയായിരുന്നു. പാട്ട് കേട്ടിയ സൈഡ് സീറ്റിൽ കണ്ണു ചിമ്മിതാണ്. പിന്നെ എനിക്ക് നമുക്ക് കാഞ്ഞങ്ങാട് അന്ന് ഞാൻ കണ്ണു ചിമ്മിറ്റ ബേൻ സർക്കിളത്തെ എത്തേണ്ടതുണ്ട്. എത്തിയ പിന്നെ ഡാഡി BMW ആയിട്ട് വന്നു പൊരുക്കത്തി അപ്പം തിന്നു. ഇതെന്റെ ഉമ്മ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയ ഗോതമ്പ് കണ്ടിട്ട് ഞാൻ ഉമ്മാട് പറഞ്ഞു നൈസ് ട്രൈ ബട്ട് ഡോണ്ട് റിപ്പീറ്റ്. സെറ്റ് ഞാൻ ഒരു കില്ലാടി തന്നെ എന്റെ വയലുള്ള കേൾക്കാനുള്ള കേട്ടിട്ട് നേരെ കിടന്നുറങ്ങിയിട്ട് പിന്നെ എനിക്കുന്നതാണ് എന്ത് കാറ്റ്. അത് കണ്ടപ്പോ ഞാൻ ബേൻ ചക്കനെ വരുത്തിടത്തേക്ക് വാങ്ങി. ഇങ്ങനെ കാറ്റ് വീഴ്ത്തി ചക്കൊന്നും കഴിഞ്ഞ് ഞാൻ ചക്കന്റെ ഫാൻസാറോട് എന്ത് ചൊല്ലും പഠിച്ചോനെ. ഫാൻസിനാകെ ബേജാറാക്കാനായിട്ട് ഒരു കാറ്റ്. പക്ഷെ ഈ കാറ്റ് വീതിൽ ഞങ്ങൾ ചക്കവും ചക്കന്റെ മരവും സേഫ് ആയി. ഈല് പൊളിഞ്ഞ് വീണത് മൂത്താന്റെ തെങ്ങ് ചേട്ടിട്ട് ഞാൻ നേരെ പാഞ്ഞു തെങ്ങിന്റെ അടുത്തേക്ക് പോയിട്ടാകുമ്പോണ്ട് ഇതാ ഇങ്ങനെല്ലാം കാണുന്നു. എന്തായാലും പാഞ്ഞു പോയതല്ല, അതുകൊണ്ട് 2 പൊണ്ടോ ഞാൻ ചിക്കിട്ടെടുത്തു. ഈ വീഡിയോ ഇനി മൂത്ത കാണല്ലേ. പിന്നെ തെങ്ങ് മാത്രമല്ല അപ്പുറത്തെ പോലത്തെ ചെക്ക മൂട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ചെക്ക വരലുള്ളത് കൊണ്ട് ഞാൻ 2 പൊണ്ടോ മാത്രം ചിക്കിട്ടെടുത്തിട്ട് നേരെ പോയി. ഒരു ഉപകാരം ഉണ്ടാകല്ലേ കണ്ട 2 പൊണ്ടം കൊണ്ടു ഞങ്ങക്ക് ജ്യൂസ് ആക്കിത്താ. 5 പേർക്കാർക്ക് എന്നെ കൊണ്ട് അപമാനിക്കാനുള്ള ഏറ്റവും വലിയ മൊമെന്റ് ആയിരുന്നു. പിന്നെ മൂത്ത നട്ട ഈ കായ്ക്കൊല അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ സമയമില്ലാത്ത അടുത്ത വരകൾ നോക്കാം. കുറച്ച് കഴിയും നമുക്ക് ഇന്നത്തെ പ്രയാണം കഴിഞ്ഞ എന്റെ ഡാഡിയും വീട്ടിലെത്തിയിട്ടാ. രാത്രി നമുക്ക് അങ്കൊന്നും ഉപ്പാക്കൊന്നും ഉമ്മാക്കൊന്നും 3 ഷവർമ വാങ്ങാം. പിന്നെ എന്റെ ഡാഡി ഞാൻ ജനിച്ചപ്പോ തന്നെ തീവണ്ടി ആയതുകൊണ്ട് ഡാഡിക്ക് സ്വാദുള്ള വീഡിയോ അങ്ങനെ നമ്മൾ ഇവിടെ നിർത്തുവാന്ന്. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.